കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പം അങ്ങനെ ഇന്ന് ഏതായാലും അവിടെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടോ. 2-3 ദിവസമായിട്ടോ ഞങ്ങളിങ്ങനെ തീരുമാനിക്കുന്നു പോയാലോ പോയാലോ. ആദ്യം എൻ്റെ വീട്ടിൽ പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വാർപ്പിൻ്റെ ഏകദേശം ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വാർപ്പ് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് പോകണമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് എന്നാൽ ഇപ്പോൾ അവിടെ പോകണ്ട, അങ്ങനെ നാത്തൂൻ്റെ വീട്ടിൽ പോകാന്നുള്ള തീരുമാനമായിട്ട് അങ്ങനെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തറവാട്ടിൽ നിന്ന് 2-3 ചക്കയും കൊണ്ടാണ് കേട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചക്ക അവിടെ വെച്ചിട്ട് ബാക്കി 2 ചക്ക നാത്തൂൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. നമുക്കിവിടെ അങ്ങനെ കൂടുതൽ ആൾ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ അതാ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ വണ്ടി കയറിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നാത്തൂനൊന്നും വീട്ടിലുണ്ടാവും കേട്ടോ. അവളൊന്ന് ജോലിക്കൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ചിലപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അവളില്ലാന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ വലിയ രസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളില്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അവൾക്ക് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചെറിയ കേക്കിൻ്റെ പൊട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാൽ കേക്ക്. അങ്ങനെ ഞാനും സച്ചും ആദ്യം കഴിച്ചു. കുഞ്ഞാക്കാക്ക് വേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിച്ചു. ഉമ്മ കൊടുത്തപ്പോൾ അമ്മയും തന്നെ ഒരു പൊട്ട് കഴിച്ചു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏതായാലും ഓളുടെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാക്ക കയറിയിട്ടുള്ളത്. കയറിയിട്ട് അവിടെ നിന്നിട്ട് ഇതാ എണ്ണക്കടി വാങ്ങി ഇങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയ കാട്ടി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഫാമിലി വ്ളോഗായിട്ടും എന്ത് വ്ളോഗാണെങ്കിലും എടുക്കുന്നതിന് ഉമ്മാക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നതും വീഡിയോ ഇടുന്നതൊക്കെ. അതിന് അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൾ അമ്മോശാക്ക മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ എപ്പോഴും നല്ലപോലെ ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെന്ന ഉടനെ തന്നെ ആ ഒരു വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ അതാ ഞങ്ങൾ മെല്ലെ മുകളിലോട്ട് ചെന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ അത് വാവൻ്റെതാണ്, അതായത് നാത്തൂൻ്റെ മൂത്ത മോൻ്റെതാണ്. അവന് ഇവിടെ ആർക്കും പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ അവനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ മെല്ലെ കയറി നോക്കിയതാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ കുറേ കളിയാക്കിട്ടോ, എന്തിനാണ് ഇപ്പോൾ ഈ റൂം സെറ്റാക്കിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഭയങ്കര ചെയ്തിട്ടോ. അവനിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ചെന്നാലും കുഞ്ഞാക്ക് കുറച്ച് നേരമൊക്കെ സംസാരിക്കുള്ളൂ കേട്ടോ. പിന്നെ അതാ ഫോണിൽ തോണ്ടിട്ട് സംസാരിച്ചുകൊണ്ട് ആർക്കെങ്കിലും വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അത് കുറച്ചധികം അരിനെല്ലിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ പോയിട്ട് കിട്ടുന്ന അതേപോലെ നാത്തൂൻ്റെ വീട്ടിൽ പോയാലും പല സാധനങ്ങളും നാടൻ സംഭവങ്ങൾ, ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതാ കുട്ടികളിരുന്നിട്ട് ക്യാരംസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു മുട്ടായി പൊട്ടെടുത്തിട്ട് വാങ്ങി കഴിക്കണം. അത് എവിടെ പോയാലും എനിക്കുള്ളൊരു ശീലമാണ് കേട്ടോ. കുട്ടികളെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കഴിക്കും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അറിയും ഇതിങ്ങനത്തെ ഒരു വെറിയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓൽക്കും തന്നെ തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇതായാലും മിറർ കണ്ടതല്ലേ. അപ്പോൾ ഒരു വീഡിയോസ് എടുക്കാൻ നോക്കുമ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴോ കണ്ണാടി അപ്പോൾ നിറയെ പുള്ളിയും കുത്തും. അപ്പോൾ പിന്നെ മെല്ലെ അതിൻ്റെ മുന്നേ നാട് മാറിയിട്ടോ. ഇവിടെ ഞാൻ തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു കേട്ടോ. പിന്നെ നാത്തൂന് അവിടുന്ന് പോകാൻ സമ്മതിച്ചില്ല കേട്ടോ. നൂൽപുട്ടും പൊറാട്ടയും കറിയൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പൊറാട്ട കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഞാനിന്ന് പൊറാട്ട ആയിരുന്നു, അതുകൊണ്ട് പിന്നെ അത് കഴിച്ചില്ല. പിന്നെ വയറിന് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. സൈഡ് ഇങ്ങനെ കൊളത്തിയ പോലെ ഒരു വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചില്ല. പിന്നെ നൂൽപുട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കറിയാണെങ്കിൽ നല്ല എരി ഉണ്ടായിരുന്നു. അങ്ങനെ 2 നൂൽപുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ തോന്നൂല കേട്ടോ. ഓളും ഞാനും അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നാത്തൂന്മാരാണെന്നുള്ളൊരു ലെവലൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ട് കുറച്ച് അരിനെല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.